ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കണ്ണൂർ കോക്ടെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതുമായിട്ടാണ്. ഇതിനായി ഞാനൊരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് നമുക്കൊരു സോസ് പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ച് കൊണ്ടുവരണം. ക്യാരറ്റ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്ത് തണുക്കുവാൻ വേണ്ടി മാറ്റി വെക്കാം. വേവിച്ച് വെച്ച ക്യാരറ്റ് തണിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 3/4 ബൗൾ പപ്പായ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 10 കുതിർത്ത് വെച്ച ബദാമാണ്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അണ്ടിപ്പരിപ്പാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു 4 വാൾനട്ടാണ്, ഒരു 2 ഈത്തപ്പഴം, പിന്നെ ഒരു 2 ഏലക്കയുടെ കുരുവാണ്, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് വേണ്ടതാണ് കട്ട പാലാണ്. ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് പഞ്ചസാര പിന്നീട് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർക്കാതെയാണ് ഞാൻ ആദ്യം അടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് അനാറിട്ട് കൊടുക്കാം. കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്കതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഞാനിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നീട് കുറച്ച് അനാറിട്ട് കൊടുക്കാം. നല്ല അടിപൊളി കണ്ണൂർ കോക്ടെയിൽ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ റംസാന് നല്ലൊരു ജ്യൂസാണിത്, കുടിക്കുവാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.